അമ്മാരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡയമണ്ട് ലൈഫ് ആട്ടോ. ഇന്ന് കാര്യം കൂടി ഞാൻ പുറത്തു പോവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റിയതിനെ കൊണ്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞാനും കാര്യം ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടു. ഇപ്പം ഇങ്ങനെ ധൃതിയിൽ വേഗം മാറ്റി പോകുന്നത് ഒരു സൈറ്റിലേക്കാണ്, അതായത് മലപ്പുറത്തൊരു സൈറ്റുണ്ട്, അവിടേക്കാണ് നമ്മൾ രണ്ടാളും പോണത്. അങ്ങനെ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ബൈപ്പാസിലേക്ക് കയറുന്നേ ഉള്ളൂ. ഇനി നേരെ പോകുന്നത് കൊണ്ടോട്ടിലേക്കാണ്. അങ്ങനെ ഫ്രണ്ടിനെ വിളിക്കാണ്ട് പുള്ളിയെ കൂട്ടിയിട്ട് വേണം പോവാൻ ഇൻഷാല്ലാ. അങ്ങനെ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. കാക്ക പറഞ്ഞു നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് ബസ്സിന് പോവാന്ന് പറഞ്ഞു. കാക്ക പെട്ടെന്നൊരു ബോധി ബസ്സിന് പോകാൻ. കാക്കൊരു ഫ്രണ്ട് അവിടെ കാറായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെ വെറുതെ നമ്മൾ ഈ കാറും പിടിച്ചാൽ അവിടെ പോകണ്ടല്ലോ. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര ബ്ലോക്കും, ഒന്തക്കത്തെ ബ്ലോക്ക്. ഇവിടെ കണ്ടോ 3-4 പോലീസുകാരുണ്ട്, എല്ലാ സ്ഥലത്തും പോലീസുകാർ. അല്ല ചുറ്റിട്ടാ വലിയ ലോറി നമ്മളെ നിർത്തിക്കൂടി ഒരുപാട് പേരാ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് ബസ് കയറിയിട്ട് കുറെ കാലത്തിന് ശേഷം ഒക്കെ ബസ് കയറാൻ പോകുന്നത്. പിന്നെ ബസ് നമ്മൾ ഞാൻ തളിക്കാട് വെറും ബസ്സിലോട്ട് പാലക്കാട് സൈറ്റിലേക്കൊക്കെ പോക്ക് ഞാൻ കുറേ ആയി പോയിട്ടൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ കയറാൻ പോവാം. ഇന്ന് ബസ്സിന് പോയിട്ട് ഇപ്പോൾ എന്താ ബസ്സിന് പോയിട്ട് അവിടെ പോയി ഇറങ്ങും. എന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ സമൂഹം എന്തൊരു ഭംഗിയാ കാക്കനെ കാണാൻ. നിങ്ങൾ നോക്കി കാക്ക ചെറുങ്ങനെ കണ്ണ് ഇങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയ ക്ഷീണത്തിൽ നമ്മളൊരു ജ്യൂസ് ഇക്കാക്ക ജ്യൂസ് കുടിക്കാണ്. ജ്യൂസ് കേട്ടില്ല ഇമ്മ കാരണം ഫ്രണ്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഇക്കാര്യം ഫ്രണ്ട് വന്നു, ഷബാബ് നാട്ടുമൂപ്പരാളുടെ പേര്. അപ്പോൾ സത്യത്തിൽ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി നമുക്കൊരു വർക്ക് കിട്ടിയിരുന്നു. ബാവക്ക എന്നാണ് ഓരോ പേര്. അങ്ങനെ ഓരോ സൈറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. സൈറ്റിൽ കാക്കൻ്റെ ഫ്രണ്ട് ഇതാണ് നമ്മളാള്. ഇതാണ് നമ്മളെ ബാവക്ക. ഇവരെ എന്താ പറയുക സൈറ്റിലേക്കാണ് നമ്മൾ വന്നത്. നമ്മളെ സ്വന്തം ബാവക്ക, മലപ്പുറം ബാവക്ക വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. ഇൻഷാല്ലാ ഇനി ഒക്കെ സെറ്റായിട്ട് അല്ല അങ്ങനെ ബാവക്കാനെ കണ്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ വീടിൻ്റെ അതായത് സൈറ്റ് കാണാൻ വേണ്ടി പോയിട്ടോ. മൂപ്പരാളെ വീട് കുറച്ചും കൂടെ റിനോവേഷൻ വർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് വന്നത്. അങ്ങനെ സൈറ്റൊക്കെ കണ്ട് സെറ്റായതിൻ്റെ ശേഷം നമ്മൾ അവിടുന്ന് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ വാക്കാൻ്റെ വൈഫിനെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ശേഷമാണ് നമ്മൾ അവിടെ സൈറ്റിൽ നിന്നൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ബാവക്കാക്ക പിന്നെ കാക്ക ഇപ്പോഴാണ് ദുബായിലാണ് എല്ലാ പരിപാടിയും ഉള്ളത്. ഇത്
ഞാൻ നേരത്തെ പറഞ്ഞത് ഷബാബ് കാക്കൻ്റെ പാർട്ട്ണറാണ്. ഇൻഷാല്ലാ നമ്മൾ വരുന്ന സൈറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി ഇറങ്ങി വേറെ സൈറ്റ് പോവാണ്ട്. കമ്മീഷൻ വാങ്ങാട്ടോ. നമ്മളിവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. സാരമില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ടൈം 2 മണിയാവാനായിരിക്കും. നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ ബിരിയാണി ബിരിയാണിയോട് ബീഫാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ബീഫ് ബിരിയാണി ചിക്കൻ മാത്രമേ ഉള്ളൂ. ഇത് ഇവരെ റഫീഖ് നമ്മളെ ബിരിയാണി തിന്നാൻ വന്നത് റഫീഖാക്കൻ്റെ പീടികയിലാണ്. അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കയറി. ഇൻഷാല്ലാ തിന്നിട്ട് ഇങ്ങനെ നോക്കാം. ഫുള്ള് വട. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഇനി ബസ് കയറിയിട്ട് വേണോ. നമ്മൾ നേരത്തെ രാമനാട്ടിൽ ബസ് വണ്ടി വെച്ചില്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ബസ് മിസ്സായി. നമ്മൾ ആ ബസ്സിന് നോട്ട വെച്ച് പോവാണ്. ചേസ് ചെയ്ത് നമ്മൾ പോവാണ്. ബാക്കിൽ തന്നെ ഉണ്ട്. ഇനി കാത്തൊക്കെ കഴിയാതെ നമ്മൾ ബാക്കിൽ തന്നെ ഇനി അടുത്ത സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറും. ഇല്ല കാക്ക അങ്ങനെ ഓടി കയറി. നമുക്ക് KSRTC ബസ് കിട്ടി. അങ്ങനെ ബസ് ഇറങ്ങി. നമ്മൾ വണ്ടി എടുക്കാം. ഞാൻ അവിടെ വെക്കാം. നിങ്ങൾ പോയിട്ട് തരും. നിങ്ങൾ ഓടിച്ചോളൂ. എന്തൊരു വെയിലാണ്. നല്ല വെയിലാണ് അവിടെ. ഇത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി അവിടുന്ന് ബസ് കയറിക്കുന്നത്. നമ്മൾ നേരെ ഇങ്ങനെ ടൗണിലേക്കാണ്. അവിടെ മൂത്തമ്മി ഉമ്മച്ചി ഇന്നെ വെയിറ്റ് ചെയ്യുന്നത്. എനിക്കൊരു കാക്കൊരു തുണി വാങ്ങി തന്നിക്കണ്. ഒരു ഉടുപ്പാണ്. ആ ഉടുപ്പ് മോഡൽ അടിക്കണം എന്ന് പറഞ്ഞിരിക്കണ്. അത് മോഡലൊക്കെ ഇനി കാണിച്ചു കൊടുക്കുക. അപ്പം അതിന് പിന്നെ ഉമ്മച്ചിക്ക് വാള എന്തൊക്കെ വാങ്ങിക്കാറുണ്ട്. കല്യാണമല്ലേ. അപ്പം അതൊക്കെ സെറ്റാക്കണം. അവിടെ ആൾ വണ്ടി എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അതാ മാക്സിമം. അങ്ങനെ നമ്മൾ ഇവിടെ കോൻകോലെത്തി. ഉമ്മച്ചിനെ കാത്തുക്കാണ്. ഉമ്മച്ചി ഇവിടെ ഏതോ ഒരു മാക്സി വേൾഡിലുണ്ട് എന്നാ പറഞ്ഞു. അതല്ല കാക്ക, അത് ടോപ്പാണ്. അപ്പം എന്താ വേണ്ടി. അങ്ങനെ ഉമ്മച്ചിക്ക് സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പൊ സൺഡേ മാർക്കറ്റിലുള്ള അതിന്റെ അടുത്ത് നോക്കട്ടെ നോക്കട്ടെ. കണ്ണോക്കി കണ്ണോക്കി. അങ്ങനെ ടൗണത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട് നല്ല അടിപൊളി ഷവർമ കഴിച്ച്. നല്ല ടൈം ലൈറ്റ് ആയതിനെ കൊണ്ട് ഞാൻ ഫുള്ളും വേഗം വേഗം തിന്നിക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിലേക്കാട്ടോ പോണത്.